ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മധുര ഭാഗത്തേക്കാണ്. അപ്പോൾ മധുര എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലമുണ്ട്, സമാനർ ഹിൽസ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ജെയിൻ ഹിൽസ് എന്നും പറയും. അവിടെ കുറച്ച് ജെയിൻ വിശ്വാസികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ജൈന മതത്തിൻ്റെ കുറച്ച് ബാക്കി പത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹില്ലി ടെറൈനാണ്, ഒരു പാറയും ഒക്കെ ആയിട്ട് ഒരു പോണ്ടും. ഇപ്പോൾ ഈ ഒരു ചൂട് സമയമായിട്ട് പോണ്ടിലൊക്കെ വെള്ളം കാണുമെന്ന് അറിയില്ല. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലേസാണ്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാത്ര തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം വരിക. ഇത് സമനാർ ഹിൽസ്. സമനാർ ഹിൽസ് എന്ന് പറഞ്ഞാൽ സമനാർ മലൈ എന്നും പറയും. മധുരയ്ക്ക് 10 കിലോമീറ്റർ ഇപ്പുറമാണിത്. ഇതൊരു റോക്കി ഹില്ലോക്സ് ആണ്. ഒരുപാട് ജെയിൻ അതുപോലെ ഹിന്ദു മോണുമെൻറ്റ്സിൻ്റെ എല്ലാം ഒരു ആസ്ഥാനമാണിത്. ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുണ്ട്. ഇത് പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ. സാമനാർ എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്ക് ശ്രമണ, അതിൽ നിന്നും ഡിറൈവ് ചെയ്തതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കണ്ടംപററി തമിഴ്നാട്ടിൽ ഈ വേർഡ് ഇക്വേറ്റ് ചെയ്യുന്നത് ജെയിൻ ട്രഡീഷൻസുമായിട്ടാണ്. തമിഴ് ഭാഷയിൽ പറയാനാണെങ്കിൽ മലായ് മീൻസ് ഹിൽ, സാമനാർ മലൈ എന്ന് പറയുമ്പോൾ ജെയിൻ ഹിൽ. ചില തമിഴ് ടെക്സ്റ്റുകളിലൊക്കെ തിരുവുരുവകം എന്ന് പറയുന്ന ജെയിൻ സൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജെയിൻ സൈറ്റ് അല്ലെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് സ്കോളേഴ്സ് പറയുന്നത് അത് ഈ സാമനാർ ഹിൽസ് ആയിരിക്കും എന്നാണ്. അക്കോർഡിംഗ് ടു മഹാജൻ, ഇറ്റ് വാസ് ദ 8th century ജെയിൻ സ്കോളർ അഗലങ്ക who founded Samanar Hills and nearby Madurai Jain basadis or settlements after vanquishing the Buddhist scholars at Kanchipuram. This led to Jains flourishing here between the 9th and 12th century along with the establishment of a monastery. അത് 9ാം നൂറ്റാണ്ടിൻ്റെയും 12ാം നൂറ്റാണ്ടിൻ്റെയും ഇടക്കാലത്ത് ഇവിടെ ധാരാളമായിട്ട് ജൈനന്മാർ ഫ്ലറിഷ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സമാനർ ഹിൽസിൽ തന്നെ 2 തരം ജെയിൻ മോണുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഒരു ഭാഗത്തായിട്ട്, ഒരു സ്ലോപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു 10th century ജെയിൻ കേവ് എന്ന് പറയുമ്പോൾ ഒരു ഗുഹയുണ്ട്. അത് സെറ്റിപ്പോടവു എന്നാണ് പറയുന്നത്. അതൊരു ഷോർട്ട് ക്ലൈമ്പാണ്, ബേസിൽ നിന്നും അധികം കയറേണ്ടി വരില്ല. ഒരു ചെറിയൊരു കേവ് പോലെ. അതും ഒരു ജൈന കാലത്തുള്ള ജൈനന്മാരുടെ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അതേസമയം ഹില്ലിൻ്റെ അതർ സൈഡിൽ സെറ്റിപ്പോടവ വേറെ കുറച്ചുകൂടി വിശാലമായിട്ട് ജൈനന്മാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ കല്ലിൽ കൊത്തിയ ഇൻസ്ക്രിപ്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പാറയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും. പെച്ചിപ്പല്ലം കാർവിങ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് മോസ്റ്റ്ലി 10th century സമയത്തുള്ളതും ചിലതൊക്കെ 9th centuryയും ചിലതെല്ലാം 10ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇത് കൂടാണ്ട് തന്നെ കുറച്ച് തമിഴ് ബ്രഹ്മി സ്ക്രിപ്റ്റുകളും ഈ സാമനാർ ഹിൽസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റും. എന്തായാലും പല പല കാര്യങ്ങൾ ഇവിടെ അറിയാൻ പറ്റും. ഇത് സൂചിപ്പിക്കുന്ന ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തതയില്ല. എങ്കിലും പല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. സാമനാർ ഹിൽസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ഡാമേജ്ഡ് ആയിരുന്നു. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രം പോലെ ബസുദി അങ്ങനെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടെ ഒരു ക്ഷേത്രം ഇതിൻ്റെ താഴ്വാരത്തിൽ റിസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കറുപ്പസ്വാമി ടെമ്പിൾ. അതുകൂടാണ്ട് ഇത് വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഭാഗവും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത്. ഇതൊക്കെ പിന്നീട് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സാമനാർ ഹിൽസ്. ഈ കാണുന്ന ഒരു വലിയൊരു റോക്കാണിത്, പാറ. അതിൻ്റെ താഴ്വാരത്തിൽ ബേസിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ആയി വരുന്നുള്ളൂ. 4 മണി 4:30 മണി ആകുന്നേ ഉള്ളൂ. ശരിക്കും വെയിലിങ്ങനെ താഴ്ന്നു വരുന്നു. ഇവിടെ ഒരു നല്ല സൺസെറ്റ് പോയിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിക്കോളൂ. താഴെ ഇങ്ങനെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഉള്ള ടെമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലൊരു വലിയൊരു അമ്പലക്കുളം പോലെ ഒരു ടെമ്പിൾ പോണ്ട്. ഇത് കംപ്ലീറ്റ് ആമ്പൽക്കുളമാണ്. താമര, ശരിക്കും പറഞ്ഞാൽ ആമ്പലല്ല, താമര തന്നെ കേട്ടോ. താമരക്കുളം. ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഇറങ്ങി. പിന്നെ നിറയെ ഒരു വാട്ടർ ബേർഡിനെ ഞാൻ കാണുന്നുണ്ട്. എക്സാക്റ്റ് എനിക്ക് അറിയില്ല അതെന്താണ്, അതിൻ്റെ പേരറിയില്ല. പക്ഷേ ധാരാളമായിട്ടുണ്ട്. അത് ഈ ഇലകളിലൊക്കെ ചവിട്ടി ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര രസമുള്ള കാഴ്ചയാണ്.
അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതല്ലാണ്. അത് ഇറ്റ്സ് എ വാട്ടർ ബേർഡ്. പിന്നെ ഇവിടെ ധാരാളം മത്സ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് ഇവിടെ ആൾക്കാരിയ്ക്കുന്നുണ്ട്. മലരെല്ലാം മേടിച്ച് നമുക്ക് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഫിഷ് ഫീഡിങ്ങും ഇവിടുത്തെ റിച്വൽസിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇതൊരു ജെയിൻ ടൂറിസ്റ്റ് സർക്യൂട്ടിൻ്റെ ഭാഗമാണിതെല്ലാം. അപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിൽ വരുന്നത് തന്നെയാണ്. ഈ വെയിലായതുകൊണ്ട് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ തിരക്ക് വരും. ഇതിൻ്റെ ചുറ്റും ആൽമരങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബനിയൻ ട്രീസും പിന്നെ വേപ്പിൻ്റെ മരവുമാണ് ഇങ്ങനെ. ഇവിടെ ഇത് മലരൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ, പ്രായമുള്ള 2-3 ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ടെമ്പിളെന്ന് പറഞ്ഞാൽ കറുപ്പസ്വാമി, അയ്യനാർ, പിന്നെ ഒരു ദേവി, അല്ല ഇത്രയും ആണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ അങ്ങോട്ട് പോകാം. അവിടെ പ്രാർത്ഥനാ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങിച്ച് നമുക്ക് മീനിന് കൊടുക്കാം. ഇത് എത്ര? 10 രൂപ. ഓക്കെ, 4 എണ്ണം തരൂ. ഫിഷ് ഫീഡിങ്. കൊണ്ടുവരാം. പേപ്പർ കൂടെ ഇടരുതെന്നാണ് പറഞ്ഞത്. പേപ്പർ തിരിച്ചുകൊണ്ട് വരണം. വഴിയിലൊന്നും ഇടരുത്. ഇവിടെ അവല്, ഇത് നമുക്ക് കഴിക്കാനാണെന്ന് തോന്നുന്നു. കപ്പലണ്ടി, കടല. അത് മീനല്ലല്ലോ. അല്ല, മീനക്കല്ലല്ലോ. അത് നമുക്ക് കഴിക്കാം. ഓക്കെ, അതെല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പൊരി മേടിച്ചിട്ട്. ഈ മീനിന് വിശപ്പുണ്ട്. അങ്ങനെ എല്ലാവരും വാങ്ങിച്ച് കൊടുക്കുന്നില്ലാന്ന് തോന്നുന്നു. ഹലോ, കമോൺ. 4 പാക്കറ്റ് കൂടുതലായിരിക്കും. ഇവർ അത്രയ്ക്ക് സ്പീഡിൽ കഴിക്കുന്നില്ല. കംപ്ലീറ്റ്. വലുതും ചെറുതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി സമയം എടുക്കും തോന്നുന്നു അത് കഴിക്കാൻ. ഞാൻ 1 പാക്കറ്റ് ഇട്ടപ്പോൾ തന്നെ കൂടുതലാണ്. 2-3 ടൈപ്പ് വാട്ടർ ബേർഡ്സ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ കൊക്കാണ്. നടന്നു പോകുന്ന നോക്കിയാൽ എന്ത് കൂളായിട്ട് ഇലയുടെ മേളിൽ കൂടെ. അത് താമരയുടെ ഇലയാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ സൈറ്റ് നോക്കി. ഇതൊരു വലിയൊരു തെപ്പാക്കുളം പോലെയാണ്. ബ്യൂട്ടിഫുൾ ഒരു കളം. ഇതിന് എത്ര അടുത്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ രാവിലെ വരികയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഏർലി മോർണിംഗ് അവേഴ്സ്. ഒരു പറിക്കുന്നതിന് മുന്നാണ്. ഇപ്പോൾ മുട്ട ഇങ്ങനെയുണ്ട് പലതിലും. അത് നാളെ രാവിലെ ആകുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. നോക്കി ഈ കൊക്ക് നടക്കുന്നത് അവിടെ. ഇതല്ലാണ്ട് വേറൊരു വാട്ടർ ബേർഡ് ഉണ്ട്. ചെറിയൊരു ഡക്കിനെ പോലെ ഇരിക്കും. എന്നാൽ ഡക്കാണോ എന്ന് വെച്ചാൽ ഡക്കല്ല. ഭയങ്കര രസമുണ്ട് ഇവിടെ കംപ്ലീറ്റ്. കഴിച്ച് തീർത്തുമല്ലേ ഏകദേശം. ഓക്കെ, ഇതെല്ലാം കുറേ കുട്ടി മീനുകൾ ഇവിടെ പെരുകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ആരും മീനൊന്നും പിടിക്കില്ല കേട്ടോ. അത് കാരണം ധാരാളം ഉണ്ടാവും. ഈ ഈ കുളം ഉണ്ടല്ലോ, അവിടെ നിന്ന് താമരപ്പൊയ്ക ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ഫുൾ ബനിയൻ ട്രീസാണ്. ഞാൻ പറഞ്ഞില്ലേ, തണലാണ്. ഇച്ചിരി വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ല ഷെയ്ഡ്. ഒരു ഓല വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു ചെറിയ ചായക്കടയാണെന്ന് തോന്നുന്നു. നോക്കാം, നല്ല വൈബുള്ള ചായ. എന്നാ കിടക്കും? ടീ കാപ്പി. ടീ കോഫിയാ? കരിപ്പട്ടി കാപ്പിയാ? ചക്കര കാപ്പി, ചുക്ക് കാപ്പിയോ? എന്നാ കിടക്കാം? ഓക്കെ. നല്ല രസമുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ഇങ്ങനെ തനി നാടൻ ശൈലിയിലാണ്. അകത്ത് പിന്നെ മുറുക്ക്, അങ്ങനത്തെ ചിപ്സ്, കപ്പലണ്ടി, ബൺ അങ്ങനെയൊക്കെ കിട്ടും. പ്ലസ് ചായ, കോഫി ഉണ്ടാക്കി തരും. ഇത് നോക്കിയേ, ഒരു ബ്യൂട്ടിഫുൾ സീൻ. കോഴിയുടെ കുഞ്ഞുങ്ങളും. ഇവർ താമസിക്കുന്ന ഈ കുട്ടയ്ക്കകത്താണ്. അത് രാത്രിയാകുമ്പോൾ ഈ കുട്ടയ്ക്കകത്ത് അവരെല്ലാവരെയും കൂടി ആക്കിയിട്ട് അടച്ചു വയ്ക്കും. കല്ല് വെച്ചിട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കും. ഇത് നോക്കിയേ, എത്ര കുഞ്ഞുങ്ങൾ. ഈ കാഴ്ചയെ കണ്ടിട്ട് എത്ര കാലമായി. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാക്കുന്നു. അതിന് പേടിയാവുന്നു കേട്ടോ. ഞാനിങ്ങനെ അടുത്തോട്ട് പോകുമ്പോൾ അതിങ്ങനെ വിളിക്കുകയാണേ, കൊക്കോ ഡേഞ്ചർ ഓടിക്കോന്ന്. 3, 4, 5, 6, 7, 8, 10. അയ്യോ, അവനെ ചവിട്ടുന്ന നോക്കിൻ്റെ അമ്മോ. എത്ര പേരുണ്ട്? 4, 5, 6, 7, 10 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 10. ഒരു വെപ്രാളമായി. ചിലപ്പോൾ അത് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ കൊത്താനും ഓടിക്കാം, അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട്. ഇത് കട്ടനല്ല, ഇത് പാലൊഴിച്ചതാ. പാലില്ലാത്തതാണ് പറഞ്ഞത്, പക്ഷെ വിത്ത് പാലാണ്. അത് രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇങ്ങനെ ആൽമര ചൂട്ടിൽ, വേപ്പിൻ്റെയൊക്കെ ചൂട്ടിൽ. ഇത് ശരിക്കും ഒരു താച്ച്ഡ് ഒരു ഹട്ട് പോലെ. അതിൻ്റെ മേളിൽ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ്, കുറച്ച് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നതാണ് മഴക്കാലത്തിന് വേണ്ടിയിട്ടാണ്. അമ്പലത്തിലേക്കുള്ള പൂജ സാധനങ്ങളും ഒക്കെ ഇവിടെ കിട്ടും. നെയ് വിളക്ക്, പൊരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് കട്ടൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കട്ടൻ കാപ്പി. മറ്റത് പാൽ കാപ്പിയായി പോയി. നല്ല കോഫി സ്മെൽ. കട്ടൻ കാപ്പി കിട്ടി. ഞാനൊരു കോഫി പേഴ്സണൊന്നും അല്ല. പിന്നെ ഈ ഒരു വൈബിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു രസമാണ്, അത്ര ചൂട്. നല്ല നാടൻ കോഫി. അമ്മ കോഫി വേണമാ? കോഫി അല്ല,
വേണോ ചോദിക്കും? കുടിക്കോ? ഒന്ന് കൊടുക്കോ പാലൊഴിച്ചിട്ട്? ഓക്കെ, ഒരു കോഫി അമ്മയ്ക്കും കൂടെ മേടിച്ചു. ഈ അമ്മ ആൻഡമാൻസിൻ്റെ കാര്യവും സിംഗപ്പൂർ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കളുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പരസ്പരം അങ്ങനെ ബന്ധമില്ല, പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട് ആൻഡമാൻസ്, സിംഗപ്പൂർ, അങ്ങോട്ട് പോകണം അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ വെയിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പോൾ സാമയാർ ഹിൽസിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് പോകണം. അതിന് മുന്നേ ഞാൻ ആ താമരക്കുളത്തിൻ്റെ ആ ഭാഗത്ത് നിൽക്കാം. ഇനി ഇവിടെ ഈ പടി ഇറങ്ങി അവിടെ വേണമെങ്കിൽ കാലൊക്കെ ഒന്ന് നനയ്ക്കാൻ പറ്റും. ഒരു ബ്യൂട്ടിഫുൾ ഇതിൻ്റെ ഒരു ഏറിയൽ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു ഭംഗിയെന്ന്. അപ്പോൾ ഇത് ജെയിൻ ടൂറിസ്റ്റ് സർക്കിളിൻ്റെ ഭാഗമാണിത്. ജെയിൻ മോണുമെൻറ്റ്, ജെയിൻ ഹിൽ, ഒരുപാട് ദിഗംബേഴ്സിൻ്റെ ജെയിൻ മോണുമെൻറ്റ്സ് ആണ് ഇവിടെ. അവിടെ ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതുവഴി പോവുകയാണെങ്കിലാണ് അവിടെയാണ് ഈ റോക്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കാണാം, ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നതും ഒക്കെ. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ പടിക്കെട്ടുണ്ട്, നമുക്ക് മേളിലേക്ക് കയറാം. വേണമെങ്കിൽ ഒരു സൺസെറ്റ് കാണാനുള്ള സ്കോപ്പുണ്ട്. കയറുകയാണ് ഇച്ചിരി ഒന്ന് വെയിലൊന്ന് തന്നിട്ട് അങ്ങോട്ട് കയറാം. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. അയ്യനാർ സ്വാമി, പുഷ്പകലാദേവി ആൻഡ് പൂർണിമാദേവി, അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കറുപ്പസ്വാമി അവിടെ. ഓക്കെ, ഇത് അർച്ചനയ്ക്കൊക്കെ കൊടുക്കാം. അവിടെ കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. അയ്യനാർ സ്വാമി ദേവിമാരെ എല്ലാം പ്രാർത്ഥിച്ചു. ഇനി ഇവിടെ കറുപ്പസ്വാമി പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് മേളിലേക്ക് കയറാം, പാറയുടെ മുകളിലേക്ക്. ഇവിടെ ഇങ്ങനെ പടിക്കെട്ടുകളുണ്ട് കേട്ടോ. വേണമെങ്കിൽ താമരക്കുളത്തിലേക്ക് പോകാനായിട്ട് ഒക്കെ ഒന്ന് കയറിയിട്ട് വരാം, ഒന്ന് ഇറങ്ങാം. നിറയെ മീനുണ്ട് കേട്ടോ, ഫിഷ്. ഇതേ കുഞ്ഞു ഫിഷുകളൊക്കെ. ഇതൊരു ഫിഷ് സ്പാ പോലെ എല്ലാം വന്ന് കാലിയെ കടിക്കുമെന്നൊന്നും സംശയം. എന്തൊരു ബ്യൂട്ടിഫുൾ നേച്ചറാന്ന് നോക്കി ഇവിടെ ഈ ഒരു വെള്ളത്തിൽ ഇഷ്ടം പോലെ മീനുണ്ട്, പല വെറൈറ്റീസ്. താമരയുണ്ട് ധാരാളം. പിന്നെ കുറേ വാട്ടർ ബേർഡ്സ് പല സൈസിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതാണ്. ഇതെല്ലാം കൂടി കാണുമ്പോഴേ അതേ തുമ്പിയൊക്കെ പറന്ന് നടക്കുന്നു. തണൽ വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശം. പാറയും വലിയ പാറ, കുളം. ഇത് ഒരിക്കലും പറ്റാത്ത കുളമാണ്, നാച്ചുറൽ പോണ്ട്. ഈ കടുത്ത വേനലിൽ പോലും നിറയെ വെള്ളം കണ്ടില്ലേ. നമ്മുടെ അമ്മച്ചി എൻ്റെ പുറകെ നടക്കാതെ പുള്ളിക്കാരുണ്ട് വെള്ളത്തിലിറങ്ങാതെ, ഭയങ്കര കെയറിങ്ങാ. യെസ്, നമുക്കിനി പാറയുടെ മുകളിലേക്ക് പടിക്കെട്ടുകളുണ്ട്, കയറാം. പറ്റുമോ എന്നറിയില്ല, എത്രത്തോളം പറ്റുന്ന പോലെ നോക്കാം. കുറേ സ്റ്റെപ്സ് ഉണ്ടേ. ദിസ് ഈസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മോണുമെൻ്റാണ്, പ്രൊട്ടക്റ്റഡ് ബൈ ആർക്കിയോളജിക്കൽസ്. ഇതുവഴി നടന്നു വേണമെങ്കിലും വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് പോയി നിൽക്കാം. ആ വലിയ മീനൊക്കെ അവിടെ വന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ ആ ഭാഗത്ത്. അങ്ങനെ നമ്മൾ സാമയാർ ഹിൽസിൻ്റെ ഈ ജെയിൻ മോണുമെൻ്റ് ആയിട്ടുള്ള ഈ ഭാഗത്തുകൂടി നമ്മളിങ്ങനെ നടന്നു വരുന്നത്. താഴെ നിന്ന് ഇങ്ങനെ പടിക്കെട്ടുണ്ട് കേട്ടോ. ചെറിയ സ്റ്റെപ്സാണ്. അത്ര പാടില്ല, നമുക്ക് തോന്നും ഭയങ്കര വലിയ ക്ലൈമാണ്. നല്ല സാവകാശം കയറിപ്പോവാം, സുഖമായിട്ട് കയറിപ്പോവാം. ഇവിടെ നിന്ന് നോക്കിയാൽ ആ ഹൈവേ കാണാം നമുക്ക്, നാഷണൽ ഹൈവേ. പ്ലസ് മധുരൈ ജസ്റ്റ് 10 കിലോമീറ്റേഴ്സ് അവേ. ആൻഡ് ഇത് നോക്കിയാൽ അവിടുത്തെ തെപ്പാക്കുളം, താമരക്കുളവും അതിൻ്റെ ചുറ്റുമുള്ള ആൽമരങ്ങൾ, ഈ ഒരു ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഏരിയൽ വ്യൂ, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ. നിങ്ങളിങ്ങനെ ഡ്രോൺ ഷോട്ട് കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ഷേത്രം കാണാം, മരങ്ങളും നല്ല ഒരു എന്താ പറയുക, ഇറ്റ്സ് ജസ്റ്റ് ഒരു ഫുൾ ഗ്രീനറിയൊക്കെ ആയിട്ട്. അത് ഇത്ര രസമല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും മേളിൽ പോയി നോക്കാം. ഇന്നത്തെ പടി ഈസ് ഓവർ. ഇനി കയറ്റം അല്ലാണ്ട് കയറണം. ഓക്കെ, ചെരുപ്പ് സെറ്റാകുമോ ഇത്? ഗ്രിപ്പ്. ഇവിടെ നിന്ന് നോക്കിയാൽ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ഗോപുരങ്ങൾ കാണാം. 10 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ, പക്ഷെ അതിങ്ങനെ കാണാം കേട്ടോ. ഈ പാറയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഇച്ചിരി കൂടെ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്താം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്നാൽ സൺസെറ്റ് കാണാൻ പറ്റും. സൂര്യൻ്റെ
അസ്തമിക്കാനായിട്ട് താവോട്ട് വരുന്നു. 5:30 മണിയായിട്ടുള്ളൂ. ഇനി ഒരു 1 അവറിനകത്തെ സൂര്യാസ്തമയം ഉണ്ടാവുള്ളൂ. അതായത് പടിക്കെട്ട് അവസാനിക്കുന്നൊരു ഭാഗമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റമാണ്, സ്ലോപ്പ് പോലെ കിടക്കുന്നത്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് കയറി വന്നാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ടോപ്പിലെത്തി കഴിഞ്ഞു. ഇച്ചിരി കൂടെ ഉള്ളൂ, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏറ്റവും മുകളിൽ നിന്നുള്ള ഈ വ്യൂ കുറച്ചുകൂടി വൈഡറായിട്ട് കാണാം. സൺസെറ്റ് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കാണാം. അങ്ങനെയൊക്കെ അപ്പോൾ എന്ത് രസമായിരിക്കണു ലാൻഡ്സ്കേപ്പ് നോക്കി. മലനിരകളും ആ ഭാഗത്തായിട്ട് മധുര മീനാക്ഷി ക്ഷേത്രവും ഹൈവേയും പച്ചപ്പും. ഈ സമ്മറിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്, പീക്ക് സമ്മർ, എന്നിട്ട് പോലും ഇത്രയും ഒരു ഹരിതാപമായ ഒരു ഗ്രീനറിയും വാട്ടറും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ പ്ലേസ്. അപ്പോൾ ഇത് ജൈനന്മാരുടെ ഒരു ബസതിയായിട്ടൊക്കെ ഈ ഭാഗത്തൊക്കെ ബസതികളും അവരുടെ സെറ്റിൽമെൻറ്റും അവരുടെ ക്ഷേത്രവും അങ്ങനെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് അങ്ങനത്തെ ഒരു സ്പോട്ട് നോക്കിയാണ് അവരത് സെലക്ട് ചെയ്തത്. ഇച്ചിരി നേരം ഇവിടെ കാഴ്ചകൾ കണ്ടു നിന്നിട്ട് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. ഇതൊരു ജെയിൻ മോണുമെൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. ഇതൊരു ജെയിൻ ഹിൽസ് എന്നല്ലേ പറയുന്നത്. നോക്കിയേ, ഈ കല്ലിലെല്ലാം ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന സ്ക്രിപ്ചേഴ്സ്, ഇൻസ്ക്രിപ്ഷൻസ് കുത്തി വെച്ചിരിക്കുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾ, അതായത് 8ാം നൂറ്റാണ്ട് 8th century to 12th century ഈ കാലഘട്ടം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ പാറയുടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഇത്. അത്രയും പൊക്കത്തിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജെയിൻ മോണുമെൻറ്റ്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ എല്ലാം വന്ന് കണ്ട് സൺസെറ്റ് എല്ലാം കണ്ട് കുറച്ച് നേരം ഈ പാറപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. ഈവനിങ് ടൈമാണ് ബെസ്റ്റ് ടൈം. അങ്ങനെ മേളിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ച് ദൂരം വന്ന് ഇനി ഇവിടെ തൊട്ടാണ് സ്റ്റെപ്സ് തുടങ്ങുന്നത് കേട്ടോ. ഇതൊരു ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് നടന്ന് വന്ന് സ്ലോപ്പായിരുന്നു. കുറച്ച് നേരം ഇരുന്നാലും നല്ല രസമാണ്, നല്ല കാറ്റ്. ഈ ഒരു ടൈം ഈസ് വെരി ഗുഡ്. ഇനി ഇവിടെ നിന്ന് പതുക്കെ താഴേക്ക് പോവാം. ഇപ്പോൾ കുറച്ച് സമയം വൈകും തോറും തിരക്ക് കൂടി വരുന്നു. മേളിൽ കുറേ പേര് അവിടെ തന്നെ ഇരിക്കുവാണ്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ട്, വെഡ്ഡിങ്ങിൻ്റെ ആൽബംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഷൂട്ട് കാര്യങ്ങളൊക്കെ ഈ പരിസരത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാലും കാണാം, ആ താമരക്കുളത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ നിറയെ ആൾക്കാർ പടിക്കെട്ടുകളിലുമൊക്കെ രസമായിട്ടിങ്ങനെ ഇരിക്കുന്നു. ഇതൊരു ഏറ്റവും ബെസ്റ്റ് സമയമാണ്. 5:30 എല്ലാം കഴിഞ്ഞു. സണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാൽ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞിട്ടേ, വെയിലിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു, പോക്ക് വെയിലിൻ്റെ ഒരു സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു. ഈവനിങ് വൈബ്സ്. വാവ്. കുറച്ച് പടി, പിന്നെ വീണ്ടും കുറച്ച് സ്ലോപ്പ്, പിന്നെ കംപ്ലീറ്റ് പടി. ഒട്ടും സ്ട്രെയിൻ ഇല്ല കേട്ടോ, സുഖമായിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റും. ഇനി വൈകുന്നേരത്തെ ദീപാരാധന സമയമായി വരുന്നു. അവിടെ സന്ധ്യാ ദീപാരാധന. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, റീൽസിൻ്റെ ആണെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട് എനിക്ക്. പടിക്കെട്ട് ഇങ്ങനെ ചാടി ഇറങ്ങി വരാനാണ് പറയുന്നത് ആ കുട്ടിയുടെ ഡയറക്ഷൻ. കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് അവർ വരുന്നത്, ലൈറ്റും ഫുൾ പരിവാരം യൂണിറ്റായിട്ട് തന്നെ വരികയാണ്. ഇത് വെഡ്ഡിങ് ഷൂട്ടാണ്. നല്ല ലൊക്കേഷൻ. അപ്പോൾ സാമനാർ മലയുടെ ആ ഭാഗത്ത് നിന്ന് ക്ഷേത്രം തൊഴുതു. നമ്മൾ ആ താമരക്കുളത്തിലൊക്കെ ആറാടി എന്ന് തന്നെ പറയും. ഇവിടെ മുഴുവൻ പാറയുടെ ഏറ്റവും മേളിലൊക്കെ കയറി മനോഹരമായ കാഴ്ച. ഇപ്പോൾ സൺസെറ്റ് ആകാറായി. ഇവിടെ നിന്ന് പോകാം. ഓക്കെ, തിരക്ക് കൂടി വരുന്നു. ഇനി ഇതുവഴി നടന്നു പോവുകയാണെങ്കിൽ ഒരു കേവ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. അവിടെയും ഇതുപോലെ ജെയിൻ കേവ്സ് ആയിരുന്നു. ഇൻസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. സംതിങ് സിമിലർ. അങ്ങനെ സമാനാർ ഹിൽസിൻ്റെ ഭാഗത്ത് നിന്നിട്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളത് അടുത്ത സ്ഥലത്തെത്തി. ഭക്ഷണം കഴിച്ചിട്ട് പോകാം അല്ലേ. നമ്മൾ മധുരയിലെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണിത്. സോ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഡിന്നർ കഴിച്ചു പോയി. ഇത് വളരെ ഫേമസ് ഹോട്ടലാണ്. ഇവിടുത്തെ പി പവർ ഹോട്ടൽ എന്നാണ് പറയുന്നത്. ഇത് മധുരയിൽ തന്നെയാണ് പി പവർ ഹോട്ടൽ. ഇവിടെ ബറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നോൺ വെജ് വളരെ ഫേമസ്. അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പി പവർ ഹോട്ടലാണ്. ഇത് മധുരയാണ്.
പക്ഷേ മെയിൻ ടൗണിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റേഴ്സ് ഇപ്പുറമാണ്. കണ്ടുപിടിക്കാനൊന്നും ഒരുപാടില്ല. പി പവർ ഹോട്ടൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും. എന്നെ കിടക്കും. ஈவினிங் வந்து கறி தோசை இருக்கு. கறி தோசை, மட்டன் கறி தோசை, சிக்கன் கறி தோசை, இடியாப்பம் இருக்கு, பாயா இருக்கு. பாயா ஆட்டுக்கால் பாயா ஈவினிங் ஸ்பெஷல். ഓക്കെ. അപ്പോൾ ഒരു ആട്ടുകാൽ പായ. പായ വെച്ചാൽ സൂപ്പില്ലേ? ആട്ടുകാൽ. ഓ ഇത് കറിയാ? ഓ ഓക്കെ. എന്നാൽ ആട്ടിൻ്റെ കാലിൻ്റെ പായ. ഓക്കെ ശരി. പിന്നെ കറി, ചിക്കൻ കറി ദോശ. പിന്നെ എന്നാ വേണം? മട്ടണാ സ്പെഷ്യലോ? എന്നാൽ മട്ടൺ കറി ദോശ. അവർക്കല്ലേ അറിയുന്നത് കറക്റ്റ് എന്താ വേണ്ടത്. പിന്നെ എന്നാ? വെങ്കായ കറിയാ? മട്ടൺ കൊത്തുകറി. ചിക്കൻ കൊത്തുകറി ഇല്ല, മട്ടൺ കൊത്തുകറി. ഈവനിങ് സ്പെഷ്യൽ കറി ദോശ. ഇടിയപ്പം വേണ്ട, കറി ദോശ. അല്ലെങ്കിൽ ഇടിയപ്പം കൂടെ ഇരിക്കട്ടെ. ഇടിയപ്പം, കറി ദോശ, പായ. കുടല് വേണ്ട. അതെന്നാ? മണ്ണിരയാ? ഹീമോഗ്ലോബിൻ കിട്ടുന്നതാ? അയ്യോ, അത് എന്നാ ഇത്? ചിക്കനാ? മട്ടൺ? മട്ടൺ കുടലാ? ബോട്ടിയാ? ആ. വെങ്കായക്കറി എന്തൊക്കെയോ പറഞ്ഞു. അവർ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ബോട്ടിക്കറിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും വേണ്ട. പിന്നെ ഇഡ്ഡലി വരെ ഉണ്ട് ഇവിടെ. പിന്നെ പൊരിച്ച പൊറോട്ട, കൊത്തു പൊറോട്ട, അതെല്ലാം സാധനമുണ്ട്. ഇത് AC ആണ്. പുറത്ത് നോൺ AC ഉണ്ട്. നിറച്ച സ്ഥലമുണ്ട്. അതിന് വളരെ പഴക്കം ചെന്ന കടയാണ്. ശരി, ഉണ്ട്. റിനോവേറ്റ് ചെയ്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. പക്ഷെ ഭയങ്കര തിരക്കാണ്. ഇറ്റ്സ് എ വെരി മൂവിങ് ഷോപ്പ്. വരേണ്ട ഒരു കടയാണ്. പി പവർ ഷോപ്പ്, മധുരൈ. ഇഷ്ടംപോലെ മട്ടൺ ഡിഷസ്, ചിക്കൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. മധുരയിൽ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാരഡൈസാണ്. മധുര നമ്മൾ ഏതാണ്ടൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാണ്. ഇത് അതിൻ്റെ ഔട്ട്സ്കേർട്സിലാണ് ഇപ്പോൾ കിടന്ന് കളിക്കുന്നത്. മെയിൻ ടൗണിനകത്തുള്ള കുറേ വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, പല പല ഷോപ്സ്. ഇത് നമ്മൾ അന്ന് മാറ്റി വെച്ചിരുന്നതാണ്, അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം താങ്ക് യു. ഇടിയപ്പം, പായാക്കുളമ്പ്. ഓക്കെ, ഇത് കുളമ്പ് കൂടെ വരുന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ. പല ടൈപ്പ് ഓഫ് ഗ്രേവി വരും. മട്ടൺ കുളമ്പ്, പായാക്കുളമ്പ്, നാട്ടുകോഴി പായ, എല്ലാത്തിൻ്റെ ഈറലിന് ലിവർ ഗ്രേവി. ഓക്കെ. മട്ടൺ വെങ്കായക്കറി. ഓക്കെ, മട്ടൺ വെങ്കായക്കറി. ഓക്കെ. ഇതാണ് പായ. അമ്മോ, ദിസ് ഇസ് ദി മട്ടൺ ലെഗ്. മട്ടൺ കറി ദോശ. നല്ലി കൂടെ വരണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത്. ആക്ച്വലി പറഞ്ഞാൽ ഈ മട്ടൺ കറി ദോശയ്ക്ക് വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് കഴിക്കും. മട്ടൺ വെങ്കായക്കറിയായിരുന്നു. വാവ്, കൊത്തിയ മട്ടനാണ് തോന്നുന്നു കേട്ടോ. ഇതെല്ലാത്തിൻ്റെയും ഗ്രേവിയാണ്. അതെല്ലാം അതിൻ്റെ കൂടെ വെറുതെ വരും. പിന്നെ ഇടിയപ്പം, വെരി സോഫ്റ്റ്. ഇത് നോക്കൂ, ആട്ടിൻ്റെ കാല്, പായ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കിത് അത്ര വലിയ ഫേവറേറ്റ് ഒന്നുമല്ല. നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യലാണ്. അവരുടെ വളരെ സ്പെഷ്യലാണ്. ഈവനിങ് ടൈം ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകണമെന്നാണ് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ പൊറോട്ടയും കൂടി പറയാം. ദിസ് ഇസ് ദ നല്ലി റോസ്റ്റ്. നല്ലി എന്ന് പറയുമ്പോൾ അത് എല്ലിനകത്തിരിക്കുന്ന സോഫ്റ്റ് പീസാണേ. അയ്യോ, ഇൻസൈഡുണ്ട് അതിൻ്റെ നല്ലി റോസ്റ്റ്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു പൊറോട്ടയും കൂടി വാങ്ങാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നല്ല ബൺ പൊറോട്ട പോലെ, ബട്ട് നോട്ട് ബൺ പൊറോട്ട. നല്ല ഫ്ലഫി. ഓക്കെ, ദിസ് ഇസ് അനദർ കോംബോ. 3 കാര്യങ്ങൾ. ഇനി എന്ത് വേണം? എല്ലാ കാര്യങ്ങളുമായി. ഇതെല്ലാം ഒരു ദിവസം നടക്കുന്ന സംഭവമാണ്. നിങ്ങളിത് 2 എപ്പിസോഡായിട്ട് കാണുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഉച്ചയ്ക്കൊരു ഹെവി ഫുഡ്, ഇപ്പോൾ രാത്രി ഡിന്നറും ഹെവി ആയിട്ട് ഞാൻ കഴിക്കുന്നു. പക്ഷെ എല്ലാവർക്കും തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് ഞാൻ കഴിക്കുന്നു. പക്ഷേ ഞാൻ വളരെ ലിമിറ്റ് ചെയ്ത ആവശ്യാനുസരണം സ്പൂണൊക്കെ വെച്ചെടുത്തിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവുകയാണേ. ദിസ് ഇസ് ദി മട്ടൺ കറി ദോശ. അവരുടെ വളരെ സ്പെഷ്യലാണെന്ന് പറഞ്ഞേ. മട്ടൺ കറി ദോശ ഗംഭീരം. അതിലേക്ക് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് ഗ്രേവി കൂടെ ഒഴിച്ച് വേണമെങ്കിലും കഴിക്കാം. മട്ടൺ, നാടൻ കോഴി, ആട്, മട്ടൺ, എന്താ പറയുക, പിന്നെ ചിക്കൻ,
പല ടൈപ്പ് ഓഫ് ഗ്രേവീസ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇത് ഓൾറെഡി ഇതിൽ ഫുള്ള് കറി ദോശയാണ് മട്ടൺ. അത് നോക്കിയാൽ ദിസ് ഇസ് ദി പായ. പായ എന്ന് പറഞ്ഞാൽ തൊഴുന്നതിന് മുമ്പ് ദേവൂതിക്ക് വന്നു. ദിസ് ഇസ് ദ പായ. മട്ടൺ കാലാണ്. ഇത് നല്ലി. ഇതിനകത്താണ് അതിൻ്റെ മജ്ജയാണ് അതിൻ്റെ റോസ്റ്റ്. വാവ്. മട്ടൺ വെങ്കായം ആൻഡ് പൊറോട്ട നോക്കിയേ. സോഫ്റ്റ് പൊറോട്ടാസ്, ഫ്ലഫി. എന്തൊക്കെ കഴിക്കും ഞാൻ. ഇറ്റ്സ് ടു മച്ച് ഓഫ് ഫുഡ്. ഇടിയപ്പം ഉണ്ട് കേട്ടോ. വെരി വെരി ടേസ്റ്റി. എക്സലൻറ്റ്. You must try, please. P Power Hotel, Mathura. ഓ, കറി ദോശ ഒന്നും രക്ഷയില്ല. ഇത് ഇവരുടെ നൈറ്റ് സ്പെഷ്യലാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ കറി ദോശയുണ്ട്, മട്ടൺ കറി. അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് മട്ടൺ കറി ദോശയാണ് കൂടുതൽ എക്സലൻറ്റ്. കഴിച്ചു തീർക്കട്ടെ. നല്ല തിരക്കോടെ തന്നെ. അങ്ങനെ പി പവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്നു, ഹോട്ടലിൽ നിന്നും. രാത്രിയായി. ഇനി രാത്രി വേറെ പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ രാവിലെ തിരിച്ചല്ലേ, ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്നത്തേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡിന്നർ കഴിഞ്ഞു. ഇനി മധുരൈ ടൗണിലേക്ക് പോകണം. ഒരു 7-8 കിലോമീറ്റേഴ്സിനകത്ത് അവിടെ എത്തും. റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് താമസിക്കുന്ന ഹോട്ടൽ തന്നെയാണ്, കോസ്മോപൊളിറ്റൻ. അപ്പോൾ അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് അപ്പോൾ ഇനി റെസ്റ്റാണ്. ഓക്കെ, ഒരു 8:30 മണിയെല്ലാം കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 6 മണി 6:30 ആകുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നാരായൺ വ്ളോഗ്. കഴിഞ്ഞിട്ടില്ല, ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ